കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 21-28 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു പ്രധാന പുരോഹിതന്മാരോടും ജനപ്രമാണികളോടും അരുൾ ചെയ്തു, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാം എന്നവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. രണ്ടാമൻ്റെ അടുത്ത് എന്ന് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് മനസ്സ് മാറ്റി അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങളത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇത് 2 വായനകളും ദൈവത്തിൻ്റെ സ്വഭാവം കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വചനഭാഗങ്ങളാണ്. സെഫാനിയ 3-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. അവിടെ കർത്താവ് ഇസ്രായേലിൻ്റെ തെറ്റുകൾ, പാപങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ധിക്കാരം, അനുസരണക്കേട്, അങ്ങനെ ഒരു പാപങ്ങളുടെ ഒരു ലിസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ കാണുകയാണ് അവസാനം ദൈവം അവർക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും പ്രഖ്യാപിക്കുന്ന കാര്യം. ഇവിടെ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അനുതാപികളെ കാരുണ്യപൂർവ്വം സ്വീകരിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് ചുങ്കക്കാരും ഭാവികളും പോലും സ്വർഗത്തിൽ പോകാൻ ഇടവന്നത്. സ്നാപക യോഹന്നാൻ്റെ പ്രസംഗം കേട്ട് അവരനുദപിച്ചു. അവർ മുമ്പോട്ട് വന്ന് ആവശ്യപ്പെട്ടൊരു കാര്യം, ഞാൻ എന്ത് ചെയ്യണം, രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു കൊടുത്തു വഴി. അതവർ അംഗീകരിച്ചു. അതുകൊണ്ട് അവർ രക്ഷപ്രാപിക്കുകയും ചെയ്തു. വേണമെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാം, അനുതാപമില്ലാതെ. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അനുദപിച്ച്, ഓരോ പ്രാവശ്യം നമുക്ക് തെറ്റുപറ്റുമ്പോഴും അനുദപിച്ച് നമ്മൾ തിരിച്ചു വരണം. എസെക്കിയേൽ 33-ാം അധ്യായം, എൻ്റെ കാതലായ സന്ദേശം ഇതാണ്: അനുദപിക്കുന്നവർക്ക് രക്ഷപ്പെടാൻ പറ്റും. അനുദപിക്കുന്നവർക്ക്. നീ 50 വർഷം പാപജീവിതം നയിച്ചെങ്കിലും അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. നീ 50 വർഷം പുണ്യജീവിതം നയിച്ചിട്ട് പിന്നീട് പാപജീവിതത്തിലേക്ക് തിരികെ പോകുന്നെങ്കിൽ അത് നിൻ്റെ രക്ഷയ്ക്ക് തടസ്സമാകും എന്നുള്ളത് പ്രഖ്യാപിക്കുന്ന ഒരധ്യായമാണ് എസെക്കിയേൽ 33-ാം അധ്യായം. നമുക്ക് ദൈവം ഈ വചനഭാഗത്തിലൂടെ തരുന്ന സന്ദേശം വ്യക്തമാണ്. അത് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നമ്മൾ മനസ്സ് കാണിച്ചാൽ മാത്രം മതി. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ കണ്ടു, 2 പുത്രന്മാരുടെ ഉപമ. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. ഇത് 2 പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നത് കാണാൻ പറ്റും. ഒന്നാമത്തേത്, ഇവിടെ പാപത്തിൻ്റെ അളവല്ല കർത്താവ് നോക്കുന്നത്, അനുതാപത്തിൻ്റെ അളവ്. ഈ ആഗമനകാലത്താണേലും ദൈവം നമ്മെ ക്ഷണിക്കുന്നത് അനുതാപത്തിലേക്ക്. നമുക്ക് വേണമെങ്കിൽ സ്വയം ന്യായീകരിച്ച്, ഞാൻ മറ്റുള്ളവരെ പോലെ അങ്ങനെ വലിയ അളിഞ്ഞ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ന്യായീകരിച്ചിരിക്കാൻ പറ്റും. മറ്റു പലരെയും വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്തിനു കുമ്പസാരിക്കണം എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, അതല്ല അനുതാപം. അനുതാപം വന്നു കഴിഞ്ഞാൽ നിസ്സാര പാപങ്ങൾ പോലും നമുക്ക് ഗൗരവമുള്ളതായിട്ട് തോന്നും. നമ്മൾ ചരിത്രം പഠിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ചിലരൊക്കെ ബലിയർപ്പിക്കുന്നതിന് മുമ്പ്, ഒരു ദിവസം 2 ബലിയർപ്പണം ഉണ്ടെങ്കിൽ 2നും മുമ്പ് കുമ്പസാരം നടത്തിയവരുണ്ട്. കാരണം അവർക്കറിയാം, ഈ ബലിയുടെ വിശുദ്ധി വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാകാം. അത് പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് കുമ്പസാരത്തിൽ അവർ കണ്ടെത്തിയത്. മറുവശത്ത് നമുക്ക് കാണാൻ സാധിക്കും, വർഷങ്ങളായിട്ട് കുമ്പസാരമില്ലാതിരിക്കുന്ന വ്യക്തികളെ സ്വയം ന്യായീകരിക്കുന്നവരല്ലെങ്കിൽ അവർക്കതെങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാപത്തിൻ്റെ അളവല്ല കർത്താവ് നോക്കുന്നത്, അനുതാപത്തിൻ്റെ അളവ്.
അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു വരാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ എത്ര വലിയ പാപങ്ങളും കർത്താവ് ക്ഷമിക്കും, അതെല്ലാം മറന്ന് നമ്മെ സ്വന്തമാക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതൊരു കാര്യം കൂടി ഇന്നത്തെ സുവിശേഷഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം നോക്കുന്നത് വാക്കുകളിലേക്കല്ല, പ്രവൃത്തികളിലേക്ക്. നമുക്കറിയാലോ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണെന്ന് വചനം യാക്കോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വെറുതെ പറഞ്ഞു നടന്നാൽ പോരാ. നമ്മൾ കണ്ടു 2 പുത്രന്മാരുടെ ഉപമയിൽ ആദ്യത്തേവൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പോവുക, ഞാൻ ഈ പറഞ്ഞതൊക്കെ ചെയ്യാൻ പോവുക. പക്ഷെ അവനൊന്നും ചെയ്തില്ല. വാക്കുകളിലുണ്ടായിരുന്നു വലിയ കാര്യമായിട്ടൊക്കെ ഉള്ള സംസാരം. ചിലരെ കാണാൻ സാധിക്കും, ബ്രഹ്മാണ്ടൻ ഐഡിയ തലയെ കൊണ്ട് നടക്കും. എനിക്കത് ചെയ്യണം, ഇത് ചെയ്യണം, 100 കണക്കിന് തീരുമാനങ്ങൾ, ഇതെല്ലാം ഉണ്ട്. പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ വട്ടപൂജ്യം. അങ്ങനെയുള്ളവരെ അല്ല ദൈവം ഇഷ്ടപ്പെടുന്നത്, അങ്ങനെയുള്ളവരല്ല അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ പുത്രൻ്റെ കാര്യം നമ്മൾ കണ്ടു. അവൻ പറഞ്ഞു, കേട്ടപ്പോഴേ അവൻ പറഞ്ഞു, എനിക്ക് മനസ്സില്ല. ഇന്ന് പലരെയും കാണാൻ സാധിക്കും, എന്ത് പറഞ്ഞാലും ആദ്യം മനസ്സില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ടായിരിക്കാം അവരെ മനസ്സ് മാറ്റി ആ കാര്യം ചെയ്യുക. ചെയ്യാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് ദൈവം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വാക്കുകളല്ല ദൈവം നോക്കുക, നമ്മുടെ പ്രവൃത്തിയുടെ തലത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കണം. ചെറിയൊരു സൽപ്രവൃത്തിയാണേലും ഇന്നത് ചെയ്യാൻ പറ്റിയാൽ അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹം നമുക്കുണ്ടാകും. ഇപ്പോഴൊന്നും അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നും പറഞ്ഞ് അങ്ങനെ ഒരു പ്രവൃത്തിയും ഇന്ന് ചെയ്യാതെ നാളത്തേക്ക് മാറ്റി വയ്ക്കുന്നവർ ബ്രഹ്മാണ്ടൻ ഐഡിയ തലയെ കൊണ്ട് നടക്കുന്നവരാണ്. പ്രവൃത്തിയുടെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒന്നും ചെയ്യാതെ മുമ്പോട്ട് പോകുന്നവർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ കഴിവ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യണം. ഈ ചില കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചാൽ ഒരിക്കലും നടക്കാതെ പോകും. പ്രാർത്ഥനയുടെ കാര്യം, സൽപ്രവർത്തികൾ ചെയ്യുന്ന കാര്യം, സുവിശേഷ വേല ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ഞാൻ കണ്ടെത്തേണ്ടത്, അതാണ് ഞാൻ ചെയ്യേണ്ടത്. ചെറിയൊരു തുടക്കം അത് നമ്മൾ ഇടുകയാണെങ്കിൽ അവിടെ നമുക്ക് വളരാൻ പറ്റും. അതിന് പകരം ഈ തുടങ്ങുന്ന കാര്യം മാറ്റിവെച്ച് പോവുകയാണെങ്കിൽ ജീവിതകാലത്ത് ഒരുപക്ഷെ നമ്മൾ അത് ചെയ്തെന്ന് വരത്തില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നൽകുന്ന ഈ ഒരു വലിയ സന്ദേശം അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അത് അനുദിനം ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ അനുതാപം, ഇതൊക്കെയാണ് ദൈവം വിലമതിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ ഒരു തലത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.